നമ്മളെ വണ്ടി കൊണ്ടുപോകാൻ ഇന്നൊരു ഉച്ച ടൈം ആയപ്പോക്കിന് തന്നെ ഷോറൂമിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഓര് വന്ന് ഓരോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടിക്കാണ് കയറിയപ്പോൾ തന്നെ ഭയങ്കര എന്തോരം ഇടങ്ങേറിയിരുന്നു. പിന്നെ ഓരോ ആദ്യം നമ്മളെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ആൾക്കാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് കേട്ടോ വണ്ടി കൊണ്ടുപോയത്. ഇങ്ങനെ വണ്ടി കയറി പോകുമ്പോൾ തന്നെ സംഭവം ഇതിങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. പക്ഷെ എന്നാലും അപ്പം തന്നെ നിന്നിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയോ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഇത് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. എൻ്റെ ഇപ്പം 23 വർഷത്തോളമായിട്ട് പ്രവാസി ജീവിതം അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പാന്റെ ഡ്രീംസിൽ പെട്ട ഓരോ കാര്യങ്ങളായിരുന്നു വീട് വെക്കുക, വണ്ടി വാങ്ങുക എന്നുള്ളതൊക്കെ. മാഷാ അല്ലാഹ് അതൊക്കെ നല്ല പോലെ തന്നെ നടന്നിട്ടുമുണ്ട്. ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വൈകിട്ടായാലും 8 വർഷം മുമ്പാണ് ഈ വണ്ടി ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം, ഇത് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല പോലെ ഇടങ്ങേറുണ്ടാകും. പിന്നെ ഈ വണ്ടിനെ ഞങ്ങളായാലും ഉപ്പായാലും ഒക്കെ എല്ലാവരും നോക്കുന്ന പോലെ തന്നെ പൊന്നു പോലെ ഇരുന്ന് നോക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ 2 കീ കണ്ടില്ലേ, അതിലത്തെ ഒരു കീ നമ്മൾ യൂസ് ആക്കിയിട്ട് തന്നെ അല്ല കേട്ടോ. അതിന്റെ കവറ് പോലും പൊട്ടിക്കാണ്ട് അങ്ങനെ ഇരിക്കുകയാണത്. ഒരു വന്ന വണ്ടിയിൽ ഇവിടെ പട്ടാമ്പി ഭാഗത്ത് എവിടെ ആയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഒരു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഡ്രൈവ് ക്യാൻസൽ ആയി, സെക്കൻഡ് കീ ഒക്കെ എടുത്തേച്ചോളാന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോവാൻ നിൽക്കുമ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ആട്ടോ അതൊക്കെ. ഇത് ഈ നിമിഷം വരെ എനിക്ക് വലിയ രീതിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സങ്കടം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടിരുന്നു ഞാൻ ഈ നിൽക്കണതൊക്കെ, ഈ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണത് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞ് അതിലൊരു സ്റ്റാഫ് നമ്മളെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ കൂടെ കണ്ണ് നിറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അത്രയും നേരം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയ സമയം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളെ കീയും RC ബുക്കൊക്കെ കൈ മാറിയിട്ട് ഒരു വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ ആളുടെ സ്വഭാവം മാറിയെന്നല്ല, ആകെ കൂടെ ആൾക്കൊരു ശൂന്യത കേട്ടോ. എന്നുവെച്ചാൽ ആള് മിണ്ടണമില്ല, ഒന്നുമില്ല. ഒരു 3 ആള് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ 2 ആള് ഒരു വന്ന വണ്ടിയിലും ഒരാൾ നമ്മളെ വണ്ടിയിലുമാണ് പോയത്. ആ 2 ആള് പോയപ്പോൾ ഒരാൾ എനിക്ക് ടാറ്റൊക്കെ കാട്ടി കൊടുത്ത് ആളപ്പോൾ ഒരു പ്രതികരണം ഇല്ലാണ്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും നല്ലൊരു നാളേക്കായി അതും നടന്നു. തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു തന്നെത്താനേ താരം വാനിൽ മായുന്നേ മണ്ണിൽ